ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ് വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് واجعل لي من لدنك سلطانا نصيرا. اللهم بنعمتك العظمى صل على الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه كما أعلنت وسلم. ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതരായ കേന്ദ്ര മുശാവറയിലെ ഷെയ്ഖുന നെല്ലായ ഉസ്താദ്, ഷെയ്ഖുന അസ്ഗർ അലി ഉസ്താദ്, ഷെയ്ഖുന അലവി ഫൈദി ഉസ്താദ്, ബഹുമാനപ്പെട്ട കൊടഗ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മുഹമ്മദ് അലി ഫൈദി, മറ്റു എനിക്ക് ശേഷം സമഗ്രമായി വിഷയാവതരണം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ജസീൽ കമാലി, ബഹുമാനപ്പെട്ട ഷമീർ ഫൈസി വടമല ഉൾപ്പെടെ സയ്യിദ് ഹബീബ് തങ്ങൾ, മുഹമ്മദ് കുട്ടി ഫൈസി, ഇങ്ങനെ സ്റ്റേജിലിരിക്കുന്ന സമുന്നതരായ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെയും അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയൊക്കെ സമുന്നതരായ നേതാക്കളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ സദസ്സ് സ്വാലിഹായ ഒരു മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാളെ പരലോകത്ത് നമ്മുടെ ഹസനാത്തിൽ സൽക്കർമ്മമായി മജ്ലിസിനെ അല്ലാഹു തആല ചേർത്ത് തരുമാറാവട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും ഖബറിൽ ഉപകാരപ്പെടുന്ന ഒരു അമലായി ഇതിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റി തരട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു തആല അതിൽ നിന്നൊക്കെ നമുക്ക് അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി ആദർശ പ്രചാരണ ക്യാമ്പയിൻ 3 മാസത്തിന്റെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയും ഇന്നു തന്നെ പ്രഖ്യാപനത്തിന്റെ തൊട്ട് പിറ്റന്നാൾ തന്നെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 100-ാം വാർഷികം കാസർഗോഡ് കുണിയയിൽ വളരെ ജനസ്വാധീനം ജനങ്ങളിൽ ആഴത്തിൽ വേരൂന്നിക്കൊണ്ട് നടക്കുകയുണ്ടായി. അപ്പൊ ആ സമ്മേളനാനന്തരം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുതിയ വാദങ്ങളുമായിട്ട് കടന്നു വന്ന മുജാഹിദുകൾ തന്നെ അതിന്റെ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ അവരാകെ വിറളി പിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവര് പരക്കം പായ വിവിധ പേരുകളിലായിട്ട് പരക്കം പായാം. സമൂഹം അവരെ പുറംകാലുകൊണ്ട് തട്ടിമാറ്റിയിട്ടുണ്ടെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പല തലക്കെട്ടുകളിലായിട്ട് പല ഇടങ്ങളിലായിട്ട് അവർ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും തന്നെ സമൂഹത്തില് താഴെ തട്ടിലോ മുകൾ തട്ടിലോ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്നുള്ളൊരു നിരാശാബോധവും അവർക്കിടയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ പരിപാടികളൊക്കെ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കുറേ കാലം ഇവിടെ 1920-കൾക്ക് ശേഷമാണല്ലോ ഈ പുത്തൻ വാദങ്ങൾ വന്നത്. നേരത്തെ ഇവിടെ ഉസ്താദുമാരുടെ പ്രഭാഷണത്തിൽ നമ്മളത് കേട്ടു. വഹാബി പ്രസ്ഥാനം കേരളത്തിൽ വരുന്നത് 1920-കൾക്ക് ശേഷമാണ്. പുതിയ വാദങ്ങളുമായിട്ടാണ് വന്നത്.
അമ്പിയാക്കൾക്ക് ആർക്കും പരിചയമില്ലാത്ത, പരിശുദ്ധ സഹാബികൾക്ക് പരിചയമില്ലാത്ത, 4 മദ്ഹബിന്റെ ഇമാമുമാർക്കും അവരുടെ അനുഗാമികൾക്കാർക്കും തന്നെ പരിചയമില്ലാത്ത പുതിയ വാദം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലുള്ള വാദങ്ങളുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പേരിലുള്ള വാദങ്ങളുണ്ട്, അല്ലാഹുവിനെ സംബന്ധിച്ച് തന്നെയുള്ള ഒരുപാട് തെറ്റായ വികലമായ വാദഗതികളുമായിട്ടല്ലേ അവർ കടന്നു വന്നത്. അപ്പോൾ ആ വാദഗതികളുമായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ ആളുകളെ ആ വാദഗതിക്കാര് ആയി മാറുന്നതിനെ തൊട്ട് ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം, ആ മഹത്തായ ബാധ്യതയ്ക്ക് വേണ്ടിയാണ്, ആ ബാധ്യതയെ സമാധാനപൂർണമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നിർവഹിക്കുവാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത്. സമസ്ത പറഞ്ഞു, ജനങ്ങളെ, ഈ കടന്നു വന്ന കക്ഷികൾ, ഇവിടെ വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ കക്ഷികൾ സൗദി അറേബ്യയിലാണ് അത് സ്ഥാപിക്കപ്പെടുന്നത്. പിന്നീട് ഈജിപ്തിലൂടെയാണല്ലോ അത് പ്രസരണം ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണല്ലോ കേരളത്തിലേക്ക് അത് വരുന്നത്. അതാണല്ലോ പിന്നീട് മുജാഹിദുകൾ എന്ന ഒരു പേരിലായിട്ട് ഇവിടെ പ്രവർത്തിച്ചത്. അതാണല്ലോ പിന്നീട് പലതായി പൊട്ടിപ്പിളർന്നത്. അങ്ങനെയുള്ള ആ കക്ഷികൾ അവരെവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അവര് പറയുന്ന അല്ലാഹു എന്താണ്? അവര് പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്താണ്? അവർക്ക് എന്താണ് ഈമാൻ കാര്യങ്ങളെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ എന്ത്? ഇസ്ലാമിനെ പറ്റിയുള്ള അവരുടെ അവതരണങ്ങൾ എന്തൊക്കെ? ഇത് തികച്ചും അതിൽ പെട്ടുപോയ ആളുകളെ ദുനിയാവിൽ ഒരു പക്ഷേ നല്ല ഗരിമയും പൊലിമയും എല്ലാം അവർക്കുണ്ടായേക്കാം. ധാരാളം പണത്തിന്റെ ഒഴുക്കിലൂടെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ അവർക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ മരണാനന്തരം ഖബറിൽ അത് ബുദ്ധിമുട്ടാണ്. ഖബർ ജീവിതത്തിനു ശേഷം പരലോകത്തേക്ക് എത്തിയാൽ അത് നരകത്തിലേക്കുള്ള പാതയാണ് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചു. അതുകൊണ്ടാണ് അവർക്ക് മുന്നേറാൻ സാധിക്കാതെ പോയത്. ഇത് ഇങ്ങനെയുള്ള കടന്നുവരവുകൾ ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രവചിച്ചിട്ടുണ്ട്. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. എന്റെ ഉമ്മത്തെ 70-ലധികം 73 വിഭാഗങ്ങളായിട്ട് വിട്ടുപിരിയും. അവരെല്ലാവരും നരകത്തിലാണ് ഒന്നൊഴികെ നബിയുടെയും സഹാബത്തിന്റെയും ആ വഴി അനുഗമിക്കുന്ന വിഭാഗങ്ങൾ. നബിയുടെ പ്രവചനം പുലർന്നല്ലോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവചനം പുലർന്നു. ഒരുപാട് പഴച്ച വാദക്കാർ വന്നു. ഞാൻ അതിന്റെ ഒരു 4 കൂട്ടരുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന 4 വിഭാഗക്കാരെ പേര് ഞാൻ പറയാം. അതിൽ 3 വിഭാഗക്കാരും പ്രാചീനമാണ്. അതേ സമയത്ത് ഒരു വിഭാഗം അത് ഏകദേശം ഒരു 100 നൂറ്റാണ്ടു കാലയളവിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉടലെടുത്തതാണ്. പ്രാചീനമായ 3 വിഭാഗങ്ങൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഈ ഉമ്മത്തിന് പല കക്ഷികളും, പിഴച്ച കക്ഷികൾ, നരകത്തിലേക്ക് വിളിക്കുന്ന കക്ഷികൾ, ആളുകളെ പിഴച്ചതും പിഴപ്പിക്കുന്നതുമായ കക്ഷികൾ, വിഭാഗക്കാർ അവർ വരുമെന്ന് പറഞ്ഞതില് ഖവാരിജുകൾ, ശിയാക്കൾ, മുഅ്തസിലിയാക്കൾ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 4മതൊരു വിഭാഗമുണ്ട്, ഖാദിയാനി. ഖാദിയാനികൾ അവര് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി അയാള് രംഗത്ത് വന്നുകൊണ്ട് പല വാദങ്ങളുമായി വന്നു.
മഹ്ദി ഇമാമാണെന്ന് പറഞ്ഞു, മസീഹ് മൗഊദാണെന്ന് പറഞ്ഞു, നബിയാണെന്ന് പറഞ്ഞു. 1,24,000 നബിമാർക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി, അവിടുത്തെ വരവോടുകൂടി, അവിടുത്തെ രംഗപ്രവേശത്തോടുകൂടി ഇനി നബിയില്ലല്ലോ. ഇനി ഒരാൾ നബിയാണെന്ന് വാദിച്ചു വന്നാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഖാദിയാനികൾ ഇസ്ലാം എന്ന് പുറത്താണെന്ന് അക്കാലത്ത് തന്നെ 1930കളിൽ തന്നെ ലോകത്താദ്യമായി എന്ന് വേണമെങ്കിൽ പറയാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു. ഖാദിയാനികൾ ഇസ്ലാം എന്ന് പുറത്തുപോയവരാ. അവരുമായുള്ള ബന്ധം ഇസ്ലാമിന്റെ ബന്ധമാവാൻ പാടില്ല. അത് വിവാഹബന്ധത്തിലും സലാമിന്റെ വിഷയത്തിലും മയ്യിത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിലും അനന്തരത്തിന്റെ വിഷയത്തിലും എല്ലാം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് അന്നേ നമ്മുടെ പണ്ഡിതന്മാർ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആ ഖാദിയാനികളുടെ അതേ ആശയം പേറിക്കൊണ്ടാണ് മുജാഹിദുകൾ ഇന്ന് കേരളത്തിൽ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത്. ഈയിടെയുള്ള അവരുടെ ചില പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. ആ പ്രസംഗത്തിൽ പറയുന്നത് മഹാന്മാരോട് സഹായം ചോദിക്കുന്നത്, അത് മരിച്ചു ഖബറിൽ ജീവിക്കുന്ന, മരിച്ചു എന്ന് പറഞ്ഞാൽ ഖബറിൽ ജീവിക്കുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം മരണാനന്തരവും മരണവും മരണാനന്തര ജീർണതയും എന്നല്ല. ഇസ്ലാമിന്റെ വീക്ഷണം എന്താ? ഇസ്ലാമിന്റെ വിശ്വാസം എന്താ? മുജാഹിദുകൾക്ക് തിരിച്ചറിയാതെ പോയ ഒരു കാര്യമാണത്. ഖബറിൽ ചെന്നാ ജീർണിച്ചു എന്നാണ് അവരുടെ വിശ്വാസം. പിന്നെന്തിനാ അവരോട് ബന്ധപ്പെടുന്നത് എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മരണവും മരണാനന്തര ജീവിതവും എന്ന. അപ്പൊ മരിച്ചുപോയ മഹാന്മാർ, ഇനി മരിക്കാത്ത മഹാന്മാരുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചിട്ടില്ല, മലക്കുകൾ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുള്ള മഹാന്മാർ എത്രയോ ഉണ്ട്. അപ്പൊ മരിച്ചോ ജീവിച്ചോ എന്നതല്ല മഹാന്മാരോട് സഹായം തേടുന്നത്, അമ്പിയാക്കളോട് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നത്, ഔലിയാക്കളോട് കറാമത്തിന്റെ വെളിച്ചത്തിൽ അവരോട് മദദ് തേടുന്നത്, അവരെ കൊണ്ട് ബറക്കത്തെടുക്കുന്നത്, അവരുടെ തിരുശേഷിപ്പുകളിലുള്ള ബറക്കത്ത് സ്വീകരിക്കുന്നത്, ഇത് ശിർക്കാണ് എന്നല്ലേ? ഇതല്ലേ ഇവര് നാട് നീളെ പറയുന്നത്? ഇതാരെ വാദ? ഇത് ഇസ്ലാമിന്റെ വാദാണോ? ഇങ്ങനെ ഒരു വാദം ഏതെങ്കിലും ഒരു നബിയുടെ ഒരു ചെറിയ പരാമർശത്തിലുണ്ടോ? 1,24,000 വരുന്ന നബിമാർ ഇവിടെ കഴിഞ്ഞു പോയില്ലേ? ഏതെങ്കിലും ഒരു നബിയുടെ ഏതെങ്കിലും ഒരു വാക്കിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? മഹാന്മാരിൽ നിന്ന് മദദ് സ്വീകരിക്കൽ, അവരോട് സഹായം ചോദിക്കൽ, അവരുടെ ബറക്കത്ത് പ്രതീക്ഷിക്കൽ, അത് തൗഹീദിനെതിരാണ്, ശിർക്കാണ് എന്ന് പറയുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്പിയാക്കളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബിമാരിൽ ഏതെങ്കിലും ഒരു സ്വഹാബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇമാമുമാരിൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഏതെങ്കിലും ഒരു കിതാബിന്റെ ഏതെങ്കിലും ഒരു പേജിലെ ഏതെങ്കിലും ഒരു വരിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇതാരുടെ വാദമാണ്? ഇത് ഖാദിയാനികളുടെ വാദമാണ്. ഇവിടെയുള്ള കേരള നദുവത്തുൽ മുജാഹിദീന്റെ വാദം ഇസ്ലാമിന്റെ വാദമല്ല. കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഏത് വിഭാഗക്കാരാനുമാണ്, ജിന്നുള്ളതാണെങ്കിലും വേണ്ടില്ല, ഇല്ലാത്തതാണെങ്കിലും വേണ്ടില്ല. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബഹുമാനപ്പെട്ട ജസീൽ കമാലി ആ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു ഇൻഷാ അല്ലാഹ്. ഇവരുടെ ഈ വാദം ഖാദിയാനികളുടെ വാദമാണ്. നോക്കൂ നിങ്ങള്, ഖാദിയാനികളുടെ നിസാബെ തഅലീം പാഠം 1 അവരെന്താ പറഞ്ഞത്? ഈ മുജാഹിദിന്റെ ഇതേ വാദം തന്നെയാണ്.
മുജാഹിദുകളുടെ ഈ വാദം ഇസ്ലാമിന്റെ വാദമല്ല. ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഖാദിയാനികളുടെ, മീർസാ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ അനുയായികളുടെ അതേ സെയിം വാദം. അവർ മലയാളത്തിൽ എഴുതുന്നത് എന്താ നോക്കൂ നിങ്ങൾ. നിസാബെ തഅലീം എന്ന ഖാദിയാനികളുടെ പുസ്തകത്തിന്റെ പാഠം 1 അതിന്റെ ആദ്യ പാരഗ്രാഫിൽ, അതിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ പറയാം, മറ്റു മതവിശ്വാസികൾ ചെയ്യുന്നത് പോലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും മരിച്ചുപോയ മറ്റ് മഹാത്മാക്കൾ എന്ന് പറയപ്പെടുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും. ഇത് അവരുടെ പ്രയോഗമാണ്, ഇത് ഖാദിയാനികളുടെ പ്രയോഗമാണ് ഈ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രസംഗിച്ച മൗലവിമാരാവട്ടെ എവിടെ പ്രസംഗിക്കുന്ന മൗലവിമാരും ഈ ഖാദിയാനികളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വേ മനസ്സിലാവുമല്ലോ. അവരിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ടോ, അവരുടെ ഖബറിടങ്ങളിൽ ചെന്ന് ആവശ്യ പൂർത്തീകരണത്തിനായി അവരോട് ദുആ ചെയ്യുന്നതും, അവരുടെ സമീപത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ദുആയെ അവരോട് എന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന ഏർപ്പാട്. ഇത് ഖാദിയാനികളുടെ വിശ്വാസം. അതിനെ പകർത്തി ഒട്ടിച്ചു വെക്കുകയാണ് ഈ മൗലവിമാരൊക്കെ ചെയ്യുന്നത്. അത് KNMന്റെ മൗലവിമാരാണെങ്കിലും ജിന്ന് മുജാഹിദിന്റെ മൗലവിമാരാണെങ്കിലും ഇനി ജിന്നില്ലാത്ത മുജാഹിദിന്റെ മൗലവിമാരാണെങ്കിലും എല്ലാവരും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എന്നിട്ട് പറയാം, മറ്റും ശിർക്കിന്റെ വകഭേദങ്ങളാകുന്നു. അള്ളാഹുവിന്റെ പേരിൽ ചെയ്യപ്പെടാത്ത നേർച്ചകളും ശിർക്കിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അത്തരം നേർച്ചകളിൽ ഉണ്ടാക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. നേർച്ചയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം, ഇപ്പൊ ബദരീങ്ങളെ പേരിലൊക്കെ നേർച്ച ഉണ്ടാവും അല്ലേ? അതേപോലെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ തങ്ങളുടെ പേരിൽ നേർച്ച ഉണ്ടാവും. റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ റബീഉൽ അവ്വൽ 12 നേർച്ച ഉണ്ടാവാം. അതിലുണ്ടാക്കുന്ന ഭക്ഷണം തിന്നാൻ പാടില്ല എന്നുള്ളത് ആരാധമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഖാദിയാനികളുടെ അതേ വാദം. ഇതല്ലേ മൗലവിമാരെ നിങ്ങൾ പ്രസംഗിക്കുന്നത്? ഞാൻ വളരെ നല്ല ഭാഷയിൽ സ്നേഹത്തോടു കൂടി ചോദിക്കാം. ആരോട് ചോദിക്കാണ്? ഈ മൗലവിമാരുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ 2 കാതും കൊടുത്ത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ പ്രസംഗം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അണികളുണ്ടല്ലോ, അനുയായികൾ, പാവപ്പെട്ട അണികൾ. അവരോട് ഞാൻ ചോദിക്കാണ്, നിങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കണം ഈ മൗലവിമാരെ. നിങ്ങൾക്ക് ഇന്ന് ചോദിക്കാൻ, നേരിട്ട് ചോദിക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചോളൂ, അതല്ലെങ്കിൽ മെസ്സഞ്ചറിൽ പോയിക്കോളൂ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും സോഷ്യൽ സംവിധാനങ്ങളിൽ ചോദിച്ചോളൂ. നമ്മൾ എന്തിനാണ് ഈ ഖാദിയാനികളുടെ വാദവുമായിട്ട് ഇങ്ങനെ ഊരു ചുറ്റുന്നത്? എന്തിനാണ് നാടുനീളെ പ്രസംഗിക്കുന്നത്? എന്തിനാണ്? ഇതൊന്ന് ചോദിച്ചൂടെ? ചോദിക്കാലോ. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഖാദിയാനികൾ പഴയ കാലത്ത് എന്താ ചെയ്തിരുന്നത്? ഖാദിയാനികൾ ആദ്യകാലത്ത് നബിദിനം ആഘോഷിച്ചവരായിരുന്നു. 920കളിലും 30കളിലും ഖാദിയാനികള് നബിദിനം ആരെ കൊടുത്തില്ല? നബിദിനം ആഘോഷിച്ചവര്, നമ്മളെ കൊടുത്തില്ലല്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, വന്യരായ ഉസ്താദ് പറഞ്ഞു, കുത്തുബി തങ്ങളുടെ ശരീക്കായിരുന്നു KM മൗലവി എന്ന് പറഞ്ഞല്ലോ. ആ കുത്തുബി തങ്ങളെ കൂടെ ഖാദിയാനികൾ നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഖാദിയാനികൾ ആദ്യകാലത്ത് നബിദിനം ആഘോഷിച്ചിരുന്നു റബീഉൽ അവ്വൽ മാസത്തിൽ. ആരുടെ കൂടെ? നോക്കൂ, അവരെ ഇതാണ്. കേരളത്തിൽ യശശരീരനായ അഹ്മദി മിഷനറി മർഹൂം മൗലാന അബ്ദുള്ള സാഹിബി HAയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മലയാളിയായ സമുന്നതനായ ഖാദിയാനിയാണ്. അയാൾക്ക് ഖത്മുൻ നുബുവ എന്ന് പറഞ്ഞിട്ട് കട്ടിയുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ട്. അത് അവരുടെ ഒരു പ്രമുഖനായ നേതാവാണ്. ഖാദിയാൻ ഇസ്ലാമിന് പുറത്തുപോയ ആളുകളാണ് ഇവര്. ഇപ്പൊ തെരഞ്ഞാൽ കിട്ടൂല. തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ അവർക്കെതിരെ ഒന്ന് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളുണ്ട്. കോഴിക്കോട് അവർക്ക് ഒരു പള്ളിയുണ്ട്, മണ്ണാർക്കാട് ഒരു പള്ളി ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ അങ്ങിങ്ങായി ഒറ്റയും തെറ്റായിട്ടുള്ള ഒരു വിഭാഗമാണ് അവര് പറയാ, കേരളത്തിൽ യശശരീരനായ അഹ്മദി മിഷനറി മർഹൂം മൗലാന അബ്ദുള്ള സാഹിബി HAയുടെ നേതൃത്വത്തിൽ മർഹൂം KM സീദി സാഹിബ്, മർഹൂം EK മൗലവി എന്നീ മുസ്ലിം നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളക്കരയിലും നബിദിനം ആചരിക്കുകയുണ്ടായി. ആരാ EK മൗലവി? ആരാ KM സീദി സാഹിബ്? ആരാ? വഹാബി പ്രസ്ഥാനത്തിന്റെ തല തൊട്ടപ്പന്മാരെ, മൗലവിമാരെ.
നാട് നീളെ പ്രസംഗിക്കുന്നവരെ, നിങ്ങൾ നബിദിനം ആഘോഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കഴുത്തിൽ കെട്ടിയ ആ മുഖത്തിന്റെ മറ്റേ തലക്കിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഖാദിയാനികളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നബിദിനാഘോഷിക്കലില്ല. ഇപ്പൊ നിങ്ങൾ നബിദിനാഘോഷം അത് ശിർക്കാണെന്ന് മാറ്റി പറഞ്ഞു, പിന്നെ അത് ബിദ്അത്താണെന്ന് മാറ്റി പറഞ്ഞു, പ്രത്യേകത കൽപ്പിച്ചാൽ ബിദ്അത്താണെന്ന് മാറ്റി പറഞ്ഞു. ഇങ്ങനെ പല രൂപത്തിലായി ഇങ്ങനെ വർഷാവർഷം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അതന്നെ ഖാദിയാനികളും ചെയ്യുന്നത്. ഇപ്പൊ എന്താ ഖാദിയാനികൾ പറയുന്നത് അറിയോ? ഞാൻ ഉറുദുവിൽ വായിക്കാം. അവരുടെ ഒരു പുസ്തകം ഹയാത്തെ നൂർ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിന്റെ 508-ാമത്തെ പേജിൽ പറയാണ്. എന്താ പറയുന്നത്? ഈദ് മീലാദ് കെ മുതഅല്ലഖ ഹുസൂർ കാ ക്യാ ഹുക്ം ഹേ? ചോദ്യം, എന്താണ് നബിദിനാഘോഷത്തിന്റെ വിധി? ഹസ്രത്ത് ഖലീഫ അൽ മസീഹ് ഫർമായ ഈദ് മീലാദ് ബിദ്അത്ത് ഹേ. നബിദിനാഘോഷം പുത്തനാചാരമാണ്, പാടില്ലാത്തതാണ്. ഈദ് ദോഹേ, 2 പെരുന്നാളേ ഉള്ളൂ. ഇസ് തരാ തോ ലോഗ് നയി നയി ഈദ് ബനാത്തെ ജായേഗെ, ഇങ്ങനെ പുതിയ പുതിയ ആഘോഷങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഐസി ഈദ് നിക്കാൽന ജഹാലത്ത് കെ ബാത്ത് ഹേ, ഇത് വിഡ്ഢിത്തമാണ്. ഉൻമേ കോയി ദീനി ജോഷ് നഹി, മതപരമായ യാതൊരു സാങ്കത്യവും അതിനില്ല. ഇതന്നല്ലേ മുജാഹിദുകളും പറയുന്നത്. അപ്പൊ മുജാഹിദിന്റെ വാദയായിരുന്ന ഞമ്മള് ഷിയാക്കാൻ വേണ്ടി വന്നതാണ്, മത്തമ്പള്ളിന്ന് കഴിച്ചിലാവില്ല. നിങ്ങളാണ് ഇപ്പൊ വീണത്, നിങ്ങൾ കുഴിച്ച കുഴിയിൽ വീണത് നിങ്ങളാണ്. നിങ്ങളുടെ ജൽപ്പനം ഇസ്ലാമിന്റെ വാദമല്ല. നിങ്ങളുടെ ജൽപ്പനം അത് ദീനിന്റെ വിശ്വാസമല്ല. നിങ്ങളുടെ പ്രചാരണം അത് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ദീനിൽ നിന്ന് പുറത്തുപോയ ഖാദിയാനികളുടെ അതേ വാദം, കോപ്പി ആൻഡ് പേസ്റ്റ്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവർ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇനി അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് പറഞ്ഞു, എന്റെ ഉമ്മത്ത് പല കക്ഷികളായി, നരകത്തിലേക്കുള്ള കക്ഷികളായിട്ട് ഭിന്നിച്ചു പോകും. അതിൽപ്പെട്ടൊരു കൂട്ടരാണല്ലോ ഷിയാക്കൾ. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇപ്പൊ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുമ്പോ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഏരിയയാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ പിഴച്ച കൂട്ടരാണ്. അവരുടെ പിഴവുകളെ വിശദീകരിക്കുന്ന ഒട്ടനേകം ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇമാമുമാര് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട് അവർ പിഴച്ചു എന്നല്ല പറയുന്നത്. അവര് പറയുന്നത് നബിക്കു ശേഷം പിന്നെ ഖലീഫ അലിയ തങ്ങളും മക്കളുമാണ്. സിദ്ദീഖ് തങ്ങളുടെയും ഉമർ തങ്ങളുടെയും ഖിലാഫത്ത് ഉസ്മാൻ തങ്ങളുടെയും അവരുടെ ഖിലാഫത്ത് പിഴച്ചതാണ്. ഇതൊക്കെയാണ് അവരുടെ വാദം. ആ ഷിയാക്കളുടെ വാദം ഇന്ന് നമ്മുടെ കേരളത്തിൽ ആരാ പറയുന്നത്? ഈ പറഞ്ഞ മുജാഹിദീങ്ങളാണ്. ഇവിടെ മണ്ണാർമലയിലും മറ്റുള്ളവർക്കൊക്കെ പ്രസംഗിച്ച ആൾക്കാരില്ലേ? കാരണം ഷിയാക്കൾ എന്താ പറയണത്? ഷിയാക്കൾ പറയണത് തറാവീഹ് നിസ്കാരമല്ല, അത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടാക്കിയതാണ്. തറാവീഹ് എന്ന് പറയുന്ന ഒരു നിസ്കാരം ഇല്ല എന്നുള്ളത് ഷിയാക്കളിൽപ്പെട്ട റവാഫിദിയാക്കളുടെ വാദമാണ്. ആ വാദം ഇന്ന് മുജാഹിദുകളുടെ പറയാണ്. മുജാഹിദ് പറയണ എന്താ? പ്രത്യേകമായിട്ടൊരു നിസ്കാരം റമദാനിലായിട്ടില്ല, പ്രത്യേകമായിട്ട് തറാവീഹ് നിസ്കാരം റമദാനിലായിട്ടില്ല. സാധാരണ എല്ലാ 365 ദിവസത്തിലും രാത്രിയിലുള്ള നിസ്കാരം അത് റമദാനിലാവുമ്പോ പേര് തറാവീഹ് ഇട്ടുന്നേ ഉള്ളൂ. തറാവീഹ് റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരം അള്ളാഹുവിന്റെ ദീന് കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. അതേ വാദം തന്നെയാണ് ഷിയാക്കൾക്കുള്ളത്. പ്രത്യേകിച്ച് ഷിയാക്കളിലുള്ള റാഫിദിയാക്കൾ എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്, പിഴച്ച കൂട്ടരാണ്. കുല്ലുഹും ഫിന്നാർ, നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് മുൻകൂട്ടി പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കൂട്ടരാണ്. അവരുടെ അതേ വാദം, സെയിം വാദം തറാവീഹിനെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ കേരളത്തില് സ്വന്തം പള്ളികളിൽ സ്വന്തം ആളുകൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ മുജാഹിദീങ്ങളാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 926 മുതൽക്കേ പറഞ്ഞു വരുന്നത്. ജനങ്ങളെ,
തെറ്റിദ്ധരിച്ച ആളുകളെ, നിങ്ങൾ മടങ്ങി വരൂ, സുന്നത്തി ജമാഅത്തിലേക്ക് മടങ്ങി വരൂ, സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരൂ. അവരുടെ വഴി അത് പൂർവകാലത്തുള്ള പഴച്ച കക്ഷികൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ വാദങ്ങൾ. ഞാൻ ഇന്ന് പോരുമ്പോ ഒരു വാദം കേൾക്കുകയാണ്. എന്താണ് വാദം? ഞാൻ ഇന്ന് പോരുമ്പോ എന്റെ വണ്ടിയിലിരുന്ന് കൊണ്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കൾ അയച്ചിരുന്ന ചില വീഡിയോകൾ. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ചുരുക്കുകയാണ്. നമ്മള് കാത്തിരിക്കുന്ന നമ്മുടെ ഉസ്താദ് ഹമീദ് ഫൈസി ഇവിടെ എത്തിയിട്ടുണ്ട്. ജസീൽ കമാലി ഉസ്താദും തന്നെ ക്ലിപ്പിംഗ് സഹിതം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ വേണ്ടി പോകാം. ഞാൻ ഇന്ന് വരുമ്പോ നമ്മുടെ സ്നേഹിതന്മാർ യൂട്യൂബിൽ നിന്ന് ചില മൗലവിമാരുടെ, കേരളത്തിലെ അറിയപ്പെട്ട മുജാഹിദ് മൗലവിമാർ, കേരളത്തിലെ സോഷ്യൽ രംഗത്തെ അവരുടെ അനുയായികൾക്കിടയിൽ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മുജാഹിദ് മൗലവിമാർ, പേരൊന്നും ഞാൻ ഇവിടെ പറയണില്ല, ഒരുപക്ഷെ ഇവിടെ മണ്ണാർമലയിലൊക്കെ വന്ന് പ്രസംഗിച്ച ആളുകളായിരിക്കും. അവര് പറയുന്ന ഒരു പുതിയ വാദം, ഈ സദസ് എന്നല്ല, നമ്മുടെ 1400 കൊല്ലത്തെ ഇസ്ലാമിക സമൂഹം, 1400 കൊല്ലത്തെ ഇസ്ലാമിക സമൂഹം എന്ന് പറയുമ്പോൾ അതിന് സഹാബികളുണ്ട്, താബീങ്ങളുണ്ട്, അയിമ്മത്തുണ്ട്, മഹാന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്, മശായിഖന്മാരുണ്ട്, മുഖറബീങ്ങളുണ്ട്, വലിയ മഹാത്മാക്കളുണ്ട്. ഇവർക്കാർക്കും പരിചയമില്ലാത്തൊരു പുതിയ വാദം. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ നല്ല മട്ടത്തിലാണല്ലോ ഈ പ്രസംഗം. ഇങ്ങനെ കേട്ടാ തോന്നും, പ്രസംഗത്തിന്റെ ആ ഒരു പൊലിവ് ഇങ്ങനെ കേൾക്കുമ്പോ തോന്നും ഇത് സംഗതി ഉഷാറാണല്ലോ. പക്ഷെ എന്താണ് ആ വിവിധങ്ങളായ യൂട്യൂബിലുള്ള അവരുടെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ എന്താ പറയുന്നത് അറിയോ? ഒരാളിപ്പോ നിസ്കാരം ഒഴിവാക്കി എന്ന് വിചാരിക്കുക. ഇപ്പൊ പ്രായപൂർത്തിയായ ഒരു കുട്ടി സ്കൂളിൽ പോവുകയാണ്, ളുഹർ നിസ്കരിച്ചില്ല, ഉറങ്ങിയതൊന്നല്ല, മറന്നതൊന്നല്ല, ഓനക്കറിയാം ളുഹറിന് സമയമായിട്ടുണ്ട്, പക്ഷെ അസർ വരെ ളുഹർ നിസ്കരിച്ചില്ല. എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. നിസ്കാരം ബോധപൂർവം ഖളാ ആക്കാൻ പാടില്ല, ഹറാമാണ്. ഇതെല്ലാവർക്കും അറിയാം. അതിന് ന്യായത്വ ഹദീസ് ഓതേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ ഇവര് മൗലവിമാരെന്താ പറയുന്ന അറിയോ? അങ്ങനെ ഒരാൾ ഖളാ ആക്കിയാൽ, അങ്ങനെ സമയം കഴിഞ്ഞാൽ ലോകത്തെ സർവ മുസ്ലിമീങ്ങളും പറഞ്ഞു, സർവ ഇമാമിങ്ങളും പറഞ്ഞു, അതിൽ ഷാഫി ഇമാം ഉൾപ്പെട്ടു, അബൂ ഹനീഫ ഇമാം ഉൾപ്പെട്ടു, മാലിക് ഇമാം ഉൾപ്പെട്ടു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള എല്ലാ ഇമാമിങ്ങളും ഉൾപ്പെട്ടു. എല്ലാവരും പറഞ്ഞു ഖളാ വീട്ടണം. അറിയാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഏതെങ്കിലും മദ്രസ സ്റ്റുഡന്റ് അറിയാത്തവരുണ്ടോ? നമ്മളെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തം മക്കൾക്ക് പോലും അറിയാം, 10 വയസ്സായ കുട്ടികൾക്ക് പോലും അറിയാം, ബോധപൂർവം ഖളാ ആയാൽ ഖളാ വീട്ടണം. അതാണ് അതിന്റെ തൗബ. അപ്പോഴേ തൗബ പൂർത്തിയാവുള്ളൂ. വലിഹാദിഹിൽ അർബഇ ഫർഅ വകമ്മിലാ. ഹക്കടപാട് വീട്ടാതെ, അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടാതെ തൗബ ഉണ്ടാവില്ലല്ലോ. തൗബ സാക്ഷാത്കരിക്കപ്പെടുകയില്ലല്ലോ, തൗബ സഹീഹാകുകയില്ലല്ലോ. എന്നാ ഈ മൗലവിമാര് പറയണതറിയോ? ആ ഖളാ വീട്ടണ്ടാണ്. ഇതാരെ വാദം അറിയോ? ഈ വാദം കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ് എന്ന് പറഞ്ഞ മുഅ്തസിലിയാക്കളിൽപ്പെട്ട നവ്വാബ് എന്ന പിഴച്ച വ്യക്തിയുടെ വാദമാണ്. എന്താണ് അയാളുടെ വാദം? വമിൻഹാ, ഈ നവ്വാബ് എന്ന് പറയുന്ന പിഴച്ച കക്ഷിയുടെ വാദം, അന്നഹു സഅമ, അയാൾ വാദിക്കുകയാണ്, അന്നമൻ തറക സ്വലാത്തൻ മഫ്റൂളത്തൻ അംദൻ ലം യസിഹ ഖളാഉഹു ലഹാ വലം യജിബ് അലൈഹി ഖളാഉഹാ. ഒരാൾ മനഃപൂർവ്വം ദുഹ്ർ നിസ്കാരം ഖളാ ആക്കി, അല്ലെങ്കിൽ അസ്ർ നിസ്കാരം ഖളാ ആക്കി, അല്ലെങ്കിൽ മഗ്രിബിയോ ഇശയോ സുബ്ഹിയോ 5 വക്തിലെ ഏതെങ്കിലും ഒരു നിസ്കാരമോ അല്ലെങ്കിൽ മുഴുവൻ നിസ്കാരങ്ങളോ ബോധപൂർവം ഒരാൾ നിസ്കരിക്കാതെ ഖളാ സമയം കഴിഞ്ഞാൽ ഖളാ ആയിപ്പോയാൽ അത് ഖളാ വീട്ടാൻ പാടില്ല. അത് നിർബന്ധവുമില്ല, അത് സഹീഹുമല്ല, പാടുള്ളതും അല്ല. ഇന്നിതാ ഈ പഴച്ച
നോക്കൂ നിങ്ങൾ, ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി പറയുകയാണ്, വഹാദാ ഇൻദ സായിരിൽ ഉമ്മ കുഫ്റുൻ കകുഫ്രി മൻ സഅമ അന്ന സലവാത്തിൽ ഖംസ ഗൈറു മഫ്റൂദാ وخلاف النظام للأمة في وجوب قضاء المتروكة من فرائض الصلاة بمنزلة خلاف الزنادقة في وجوب الصلاة ولا اعتبار بالخلافين. എന്താ പറയുന്നത്? ഇത് ഈ ഉമ്മത്തിന്റെ ഒന്നടങ്കമുള്ള കാഴ്ചപ്പാടിന് വിരുദ്ധമായ പിഴച്ചവാദമാണ്. ആ പ്രാചീനമായ വാദത്തെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കുവാൻ വേണ്ടി പ്രചണ്ഡമായ യൂട്യൂബ് പ്രചാരണങ്ങൾ, ഓഫ്ലൈൻ പ്രചാരണങ്ങൾ, ഓൺലൈൻ പ്രചാരണങ്ങള് കേരളത്തിലുള്ള കേരള നേതൃത്വ മുജാഹിദിന്റെയും ജിന്ദി വിഭാഗം മുജാഹിദിന്റെയും മറ്റു വിഭാഗം മുജാഹിദിന്റെയും വിഭാഗമില്ലാത്ത മുജാഹിദിന്റെയും സർവ്വ മൗലവിമാരും ഇന്ന് പ്രചണ്ഡമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഇത് മനസ്സിലാക്കണം. നിസ്കാരം ഖളാഅക്കൽ, ജനങ്ങളെ അമല് ബാത്തിലാക്കുക, ജനങ്ങളെ അമലിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നന്നാകാൻ അയക്കാതിരിക്കുക. നിസ്കാരം ഖളാഅയ ഖളാ വീട്ടിലേക്ക് നരകത്ത് പോലെ അള്ളാഹു ശിക്ഷിക്കൂലേ? ശിക്ഷിച്ചോട്ടെ. ആൾക്കാരെ ശിക്ഷിക്കുക, ആൾക്കാരെ ശിക്ഷയിലേക്ക്, ആളുകളെ നരകത്തിലേക്ക് പതിപ്പിക്കും. നോക്കൂ നിങ്ങൾ, ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അള്ളാഹു അല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധാനം ചെയ്യുന്നത് യഥാർത്ഥമായ നബിയുടെയും സഹാബത്തിന്റെയും വഴിയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധാനം ചെയ്യുന്നതിലൂടെ, പ്രചാരണം ചെയ്യുന്നതിലൂടെ, പ്രചരിപ്പിക്കുന്നതിലൂടെ, പ്രവർത്തിക്കുന്നത് നബിയുടെയും സഹാബത്തിന്റെയും പൂർവികരുടെയും വഴിയാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടിയാണ്, നമ്മൾ ഖബറിൽ മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു 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 അവസ്ഥ ലഭിക്കുവാൻ വേണ്ടിയാണ്, പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ്. പരലോക രക്ഷയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈമാന് സലാമത്തായി കിട്ടണം. നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ ദുആകളിൽ ഉണ്ടാവാറില്ല, അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ, ഈമാൻ കാമിലാക്കി തരണേന്ന്. നമ്മുടെ ഉസ്താദുമാരൊക്കെ നിരന്തരമായി ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പറയാറില്ലേ? ഈമാൻ ശരിയാവണമെന്നുണ്ടെങ്കിൽ, ഈമാൻ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താ അല്ലാഹുവിനെ പറ്റി നമ്മൾക്ക്? അല്ലാഹു ഏകന, അല്ലാഹു അനാദിയാണ്, അല്ലാഹു മാത്രമാണ് അനാദി, ബാക്കിയുള്ളതെല്ലാം പടപ്പുകളാണ്. ഇത് തെളിവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞതിന് ഖുർആനോ ഹദീസോ ഇനി ഓതേണ്ട ആവശ്യമുണ്ടോ? അതിനെവിടെ ആയത്തേന് അവിടെ ഹദീസ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അനിഷേധ്യമായി നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ അനിവാര്യമായി എല്ലാവരും വിശ്വസിച്ചു പുലർത്തിപ്പോരുന്ന വിഷയങ്ങൾ. അല്ലാഹു അനാദിയാണ്. ആ അനാദിയായ ഒരു സാഹചര്യത്തില് ഇവിടെ ഒന്നുമില്ല. അല്ലാഹു അനാദിയായ സമയത്ത് ഒന്നും തന്നെ ഇല്ല എന്നല്ലാതെ. പിന്നീട് അല്ലാഹു പടച്ചതാണ്. അതിൽപ്പെട്ടതാണ് അർശ്, അതിൽപ്പെട്ടതാണ് കുർസിയ്, അതിൽപ്പെട്ടതാണ് ആകാശഭൂമികൾ, അതിൽപ്പെട്ടതാണ് മനുഷ്യജീവികൾ, മറ്റു ജീവജാലങ്ങൾ, സസ്യലതാദികള് എല്ലാം പിന്നീടുണ്ടായതാണ്. എന്നാ മുജാഹിദിന്റെ വിശ്വാസം എന്താ? ഇവിടെ പറഞ്ഞല്ലോ ഇവരുടെ വിശ്വാസം എന്താണ്? ഇത് പറയുന്നത് അവരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. ഇന്നത്തെ നമ്മുടെ ഈ പ്രസംഗം നേരിട്ടോ മറ്റു മാർഗങ്ങളിലൂടെയോ ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ അനുഭാവി കേട്ടുകൊണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് സന്മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണല്ലോ എന്നൊരൊറ്റ ചിന്തയിൽ മാത്രമാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതേതാ പുസ്തകം? ചോദ്യങ്ങൾ മറുപടികൾ. ഈ പുസ്തകം ചോദ്യങ്ങൾ മറുപടികൾ ധാരാണ് AP അബ്ദുൽ ഖാദർ മൗലവി. ഇത് പ്രസിദ്ധീകരിക്കുന്നത് KNM പബ്ലിഷിംഗ് ആണ്. പ്രസിദ്ധീകരിക്കുന്ന വർഷം 1992.
അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ വിഘടിച്ചു നിൽക്കുന്ന സകല ഗ്രൂപ്പ് മുജാഹിദുകൾക്കും ഇത് ബാധകമാണ്. എല്ലാവരും സർവാത്മന അംഗീകരിക്കുന്ന പുസ്തകമാണ്. ഞങ്ങളെ പുസ്തകം അല്ല എന്ന് പറയാൻ കഴിയൂല. ഈ ഭാഗത്ത് പ്രസംഗിച്ച ഒരു മൗലവിമാർക്കും പറയാൻ കഴിയില്ല ഞങ്ങളുടെ പുസ്തകം അല്ല എന്ന് പറയാൻ കഴിയില്ല. ഇത് അവരെല്ലാവരും കൂടി സംയുക്തമായി അംഗീകരിക്കുന്ന, പ്രചരിപ്പിച്ച, പ്രസിദ്ധീകരിച്ച നമ്പർ 1 പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഇതിന്റെ 77-ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ. ഇതിന്റെ 77-ാമത്തെ പേജില് പറയുന്ന കാര്യം എന്താണ്? അർശിനെ പറ്റിയാണ് പറയുന്നത്. ഇതൊന്ന് വായിച്ചു. നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് കിടുകിട് വിറക്കും. കാരണം ഇസ്ലാമിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ, അല്ലാഹുവിന്റെ യാഥാർത്ഥ്യത്തിനോട് വിരുദ്ധമായ വാദങ്ങൾ, അതാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വിശുദ്ധ ഇവർ പറയാണ്, ഇതിലെഴുതുകയാണ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ സിംഹാസനത്തെ, അർശ്, ആ സിംഹാസനത്തെ പറ്റി 20 സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 6 സ്ഥലങ്ങളിൽ അതിന്മേൽ അവൻ സ്ഥിതി ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രസ്താവനയുണ്ട്. അപ്പൊ അർശിനെ പറ്റിയാണ് അവർ പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയാം, അല്ലാഹു അവന്റെ സൃഷ്ടികളെ പോലെയൊന്നുമല്ല എങ്കിൽ അവന്റെ കൈ സൃഷ്ടികളുടേതുപോലെയായിരിക്കുകയില്ലല്ലോ. അപ്പൊ അല്ലാഹുക്ക് കൈയുണ്ട് എന്നാ പറയുന്നത്. അവന്റെ കണ്ണ് സൃഷ്ടികളുടെ കണ്ണ് പോലെയായിരിക്കുമില്ല. അങ്ങനെ വരുമ്പോൾ അവന്റെ സിംഹാസനം അർശ്, അതിലെ അവന്റെ ആരോഹണവും ഒന്നും സൃഷ്ടികളുടേതുപോലെയോ തുല്യമോ ആയിരിക്കുകയില്ല. അപ്പൊ അള്ളാന്റെ കണ്ണ്, അള്ളാഹ്ക്ക് കണ്ണുണ്ട് അത്ര ഇവര് പറയാ. അള്ളാന്റെ കണ്ണ് പടപ്പുകളെ കണ്ണ് പോലെയല്ല. അള്ളാന്റെ കയ്യ് സൃഷ്ടികളെ കയ്യ് പോലെയല്ല. അള്ളാന്റെ അർശ് സൃഷ്ടികളെ പോലെയല്ല. അപ്പൊ അർശ് എവിടെയാണ്? അർശ് സൃഷ്ടികളെ പോലെ അല്ല എന്നാ പറയുന്നത്. അപ്പൊ അർശ് എന്താണ്? അർശ് അനാദിയ, അർശ് ഖദീമാൻ. അർശ് അല്ലാഹുവിന്റെ കയ്യ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അള്ളാന്റെ അർശ്. ഇതാണോ നമ്മൾ പഠിച്ചത്? ഇതാണോ ഖുർആൻ പഠിപ്പിച്ചത്? ഇതാണോ ഹബീബ് പഠിപ്പിച്ചത്? ഇതാണോ സ്വഹാബിമാർ പഠിപ്പിച്ചത്? നോക്കൂ നിങ്ങൾ, കാന ഫീ അമാഇൻ മാ ഫൗഖഹു ഹവാഉൻ വമാ തഹ്തഹു ഹവാ സുമ്മ ഖലഖൽ അർശ. അർശൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അർശ് ഖൽഖാണ്, സൃഷ്ടിയാണ്. എന്താ അതിൽ പറയുന്നത്? അർശ് സൃഷ്ടികളെ പോലെയല്ല. അല്ലാഹുവിന്റെ കണ്ണ്, കാല് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? പിന്നെന്തിനാണ് കയ്യില്ലാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത വികൃത രൂപം അല്ലാഹുവിന് കൽപ്പിച്ചു നൽകാൻ മെനക്കെടുന്നത്? നമ്മളോട് ചോദിക്കാം, എന്തിനാണ് സുന്നികളെ നിങ്ങൾ അല്ലാഹുക്ക് കയ്യില്ല എന്ന് പറയുന്നത്, കാതില്ല എന്ന് പറയുന്നത്, കണ്ണില്ല എന്ന് പറയുന്നത്? കയ്യും കാതും കണ്ണും ഒരാൾക്കാണ് ചൂന്നെടുത്താൽ വികൃതാവുമല്ലോ. അപ്പൊ ഇവരെന്താ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നത്? അല്ലാഹു ഒരു മനുഷ്യരൂപം പോലെയാണ് എന്നാണ്. എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? കയ്യില്ലാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത വികൃത രൂപം അല്ലാഹുവിന് കൽപ്പിച്ചു നൽകാൻ എന്തിനു മെനക്കെടണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അർശിനെ പറ്റി എന്താണ് ഇവർ വിശ്വസിക്കുന്നത്? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനിപ്പിക്കട്ടെ. ഇവരുടെ എല്ലാ വാദമുഖങ്ങളെയും മഹാനായ സ്വഹാബി വര്യൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഒരൊറ്റ ജുംല കൊണ്ട്, ഒരൊറ്റ സെന്റൻസ് കൊണ്ട് ഖണ്ഡിച്ചിരിക്കുന്നു. ഏതാണ് ആ സെന്റൻസ് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, റൗളയിൽ അവിടത്തെ ദഫൻ ചെയ്യപ്പെട്ടു. 4 ഖലീഫമാരും മദീനയുടെയും അതുപോലെ കൂഫയുടെയും ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇസ്ലാമിന്റെ ഭരണം നിർവഹിച്ചു. ശേഷം മദീനയുടെ ഗവർണറായിട്ട് കടന്നു വന്നതാണ് മർവാൻ ഇബ്നുൽ ഹക്കം. ആ മർവാൻ ഇബ്നുൽ ഹക്കം മദീനയുടെ ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുജ്റത്തു ശരീഫയുടെ
റൗള ഷരീഫിന്റെ സമീപത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് നിസ്കരിക്കുന്നു, അവിടുന്ന് ദുആ ചെയ്യുന്നു. യുസല്ലി ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ ഖബറിൽ ഷരീഫിന്റെ അരികിൽ നിസ്കരിക്കുന്നു. വയദഉ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിൽ ദുആർക്കുന്നു. എന്തേ അവിടുന്ന് ദുആർന്നത്? മദീനത്തെ പള്ളി വിശാലല്ലേ? മദീനത്തെ പള്ളിക്ക് ഒരുപാട് തൂണുകളില്ലേ, ഒരുപാട് ചുമരുകളില്ലേ, ഒരുപാട് സൊഫുകളില്ലേ? എന്തിനാ ഇവിടെ പോയിട്ട് നിസ്കരിച്ചത്, അവിടെ പോയിട്ട് ദുആ ചെയ്തത്? പിറകിൽ നിന്നൊരു വിളി. എന്താണ് വിളിക്കുന്നത്? ഫഖറജ മർവാൻ ബിൽ ഹകം ഫഖാൽ, ഉസാമ റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് നിസ്കരിച്ചിട്ടില്ല. ഉസാമ റളിയല്ലാഹു അൻഹു ഖബറാളിക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല. ഉസാമ റളിയല്ലാഹു അൻഹു റൗള ശരീഫിലുള്ള ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബാദത്തിന്റെ ദുആ നടത്തിയിട്ടില്ല. യദ്ഉ ഇൻദഹു യുസല്ലി ഇൻദഹു, എന്താന്ന് പറഞ്ഞാൽ അരികിൽ. അതൊന്നുകൊണ്ട് ട്വിസ്റ്റ് ചെയ്തു. മംബർ മഖാമിൽ പോയിട്ട് ദുആർക്കുന്ന വിശ്വാസിയെ, ഇടിയങ്ങരയിൽ പോയി, ഏർവാടിയിൽ പോയി, റൗള ഷരീഫിൽ പോയി റബ്ബിനോട് ദുആ ചെയ്യുന്ന വിശ്വാസിയുടെ അരികിൽ എന്നുള്ളതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ദുആർക്കുക, അതിലേക്ക് ഇബാദത്ത് ചെയ്യുക, അതിനെ പൂജിക്കുക എന്ന് ട്വിസ്റ്റ് ചെയ്ത പ്രയോഗം ആദ്യമായിട്ട് ഈ ഉമ്മത്തിൽ ആരാ നടത്തിയതെന്നറിയോ? മർവാൻ ബിൻ ഹക്കമാണ്. പിന്നെയാണ് മുജാഹിദുകള്, പിന്നെയാണ് വഹാബികള്, പിന്നെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, പിന്നെയാണ് ഇബ്നു തൈമിയ, പിന്നെയാണ് ഇബ്നുൽ ഖയ്യിം, പിന്നെയാണ് കെ.എം. മൗലവി, വക്കം മൗലവി, സകല മൗലവിമാരും. ആദ്യം തുടക്കം കുറിച്ചത് മർവാനാണ്. തുസല്ലി ഇലാ ഖബരിഹി നാക്കി മാറ്റി, ഖബറിലേക്കാണോ നിസ്കരിക്കുന്നത്? ദുഷ്ടനായ മർവാൻ ആ സമയത്ത് ഒരൊറ്റ സെന്റൻസിൽ മറുപടി പറയുകയാണ്. അവിടെ ആയത്തോതേണ്ട ആവശ്യമില്ല, ഹദീസിന്റെ ആവശ്യമില്ല. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഉഹിബ്ബുഹു, ആ കടക്കുന്ന റസൂലിനെ ഞാൻ അങ്ങേ അറ്റം സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിസ്കരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ദുആ ചെയ്യുന്നത്. അതെന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്, എന്റെ തബറുക്കിന്റെ ഭാഗമാണ്, എന്റെ ബന്ധത്തിന്റെ ഭാഗമാണ്. അല്ലാതെ റസൂലുള്ളാഹിയുടെ ഇബാദത്തല്ല. അതിന് മർവാൻ ഇങ്ങോട്ട് കോപം, മറുപടി മുട്ടിയപ്പോഴേ മർവാൻ എന്തൊക്കെയോ അങ്ങോട്ട് ചീത്ത പറഞ്ഞു. ആ സമയത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അങ്ങേ അറ്റത്തെ വിമർശനത്തോടു കൂടി പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുബ്ഗിസുൽ ഫാഹിഷൽ മുതഫഹിഷ്, ഈ ജാതി മ്ലേച്ഛം പറയുന്ന, തെമ്മാടിത്തരം പറയുന്ന ആളുകളോട് അല്ലാഹുവിന് വെറുപ്പാണ്. ഇന്നക ഫാഹിഷുൻ മുതഫഹിഷ്, നീ ഭരണാധികാരിയുടെ മുഖത്ത് പോയിട്ടാ പറഞ്ഞത്. അക്രമകാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് പോയിട്ട് സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇടുക എന്നുള്ളതല്ല, മുഖത്ത് പോയിട്ട് പറയണം. അതാണ് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ എന്ന് പറഞ്ഞത്. ഇന്നക ഫാഹിഷുൻ മുതഫഹിഷ്, നീ മോശം ആളാ, മോശത്തെ നിർമ്മിക്കുന്നവനാ. ഞാൻ റസൂലിനെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. മഹാന്മാരെ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികൾ സ്നേഹിക്കുന്നു, മുസ്ലിമീങ്ങൾ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് അവരുടെ സവിധത്തിൽ മുസ്ലിമീങ്ങൾ ചെല്ലുന്നത്. ഇത് സ്വഹാബത്തിന്റെ രീതിയാ, ഇത് സ്വഹാബത്ത് നബി തങ്ങളിൽ നിന്ന് പകർത്തിയെടുത്ത മാതൃകയാ. അതിനെക്കുറിച്ച് നിങ്ങളത് ഇബാദത്താണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള മറുപടി, ഇന്നക്കും ഫാഹിഷൂന മുതഫഹിഷൂൻ, നിങ്ങൾ വളരെ വൃത്തികെട്ട ദീനിലില്ലാത്ത കാര്യമാണ് ആ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഉസ്താദുമാർ, പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ ഇവിടെ അവതരിപ്പിക്കും എന്നുള്ളത് കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.